അർജന്റീന നാഷണൽ ടീം കേരളത്തിൽ വന്ന് കളിക്കാൻ 100 കോടി രൂപ ചിലവ്. നവംബറിൽ അർജന്റീനയുടെ പ്രതിനിധികൾ കേരളം സന്ദർശിച്ച് വിലയിരുത്തും. റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ കേരളത്തിലേക്ക് അർജന്റീനയെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് മുന്നേ വാർത്ത വന്ന് നമ്മളെ കായിക മന്ത്രി അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് അന്ന് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് വിമർശനങ്ങളായിട്ടും ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതാണ്. കാരണം ഇത്തിരി എമൗണ്ട് ചിലവാക്കിയിട്ട് എന്ത് കാര്യത്തിനാണ് അവരിങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമെന്നാണ് പലരുടെയും ഒരു കാഴ്ചപ്പാട്. ആ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അറിയാലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഒരു അവസ്ഥ എന്താണ്. അതുപോലെ നമ്മളെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൂടെ, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൊരു അപ്ഡേഷനാണ്. അവർ 100 കോടി രൂപ ചിലവുണ്ട്, അവർ നവംബറിൽ ഇവിടെ വന്നുകൊണ്ട് വിലയിരുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏതായാലും 100 കോടിയെന്ന് ആൾറെഡി പറഞ്ഞിടുമ്പോൾ അത് 100 കോടിയുമ്പോൾ നിൽക്കും എന്നുള്ളൊരു തോന്നൽ ഇച്ചും തോന്നില്ല. കാരണം അതെന്തായാലും കൂടെ എന്നല്ലാതെ കുറയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കൈയിട്ട് വാരുകയാണെന്നുണ്ടെങ്കിൽ അതും ഒക്കെ അതിൻ്റെ ഇടയിൽ കാണേണ്ടി വരും. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണത്. കാരണം അർജന്റീന പോലെ ലോകത്തിന് നിലവിലുള്ള ഏറ്റവും മികച്ച ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടീം, അതേമാതിരി വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ, കഴിഞ്ഞ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാർ, അങ്ങനെയുള്ള എല്ലാ ശ്രേണികളിലും ഇപ്പോൾ അവരുടേതായിട്ടുള്ള മികവ് കാട്ടിങ്ങാണ്ട് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ് ഇപ്പോൾ നിലവിൽ അർജന്റീന ഉള്ളത്. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ രാജാവ് കളിക്കുന്ന ലയണൽ മെസ്സി കളിക്കുന്ന ഒരു രാജ്യമാണ്. അവരുൾപ്പെടെയുള്ള ടീം കേരളത്തിലേക്ക് വന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന് കളിക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടണ, അവർക്ക് നമ്മളൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ലോകം ചർച്ച ചെയ്യും നമ്മളെ കേരളത്തിലേക്ക് ഇത്രയും എമൗണ്ട് ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്തിട്ട് അവരെ കൊടുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇത്ര എമൗണ്ട് ചിലവാക്കുമ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ഒരു നിലവാരം, ഇത്രയും എമൗണ്ടൊക്കെ നമുക്ക് നമ്മളേതായിട്ടുള്ള രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിനെ വളർത്താനോ അല്ലെങ്കിൽ നമ്മളെ കായിക മേഖല ഒന്നുകൂടി ബെറ്ററാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. പക്ഷേ ഈ ഒരു ടീമിനെ കൊണ്ടുവരാതിരുന്നാൽ ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. അതായത് ഇപ്പോൾ നിലവിൽ പോലെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഒരു കടിയേരി നമുക്ക് കാണാം. ഒരു നമ്മളെ നാട്ടിൽ വന്ന് കളിച്ചു എന്നെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഇവരെ കൊണ്ടുവരാതിരുന്നിട്ട് ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ 100 കോടി എന്ന് പറഞ്ഞല്ലോ, ആ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് കൊണ്ടുവരാതിരിക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര വലിയ പിന്നോക്കമുള്ള രാജ്യമൊന്നുമല്ല നമ്മളെ രാജ്യം. ഒരു ഫുട്ബോൾ ടീമിനെ വളർത്താൻ പറ്റിയ ഒത്തിരി മോശത്തിലും താഴ്ന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ഒരുപാട്, ചെറുകിട രാജ്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ അത്രയും വലിയ ഫുട്ബോൾ ടീമായിട്ട് ഉയർന്നു വന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവരെ കൊണ്ടുവരാതിരുന്നാൽ ആ ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിനെ ഉഷാറാക്കിക്കൂടെ എന്നുള്ളൊരു അഭിപ്രായക്കാരോട് പറയാനുള്ളത് അതാണ്. കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കളി ഉണ്ടാവില്ല, ഓല കൊണ്ടുവരലും ഉണ്ടാവില്ല, നടക്കില്ല. നമ്മളെ നാട്ടിലത്തെ ഫുട്ബോൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ടീം വളരലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ ഏതായാലും ഫുട്ബോൾ രാജാവ് നമ്മളെ നാട്ടിൽ വന്നുകൊണ്ട് പന്ത് തട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം. താമസിയാതെ നമ്മളെ കായിക മന്ത്രി അതിൻ്റേതായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ റീസെൻ്റ്ലി തന്നിട്ടുള്ളത്. ഇപ്പോൾ